ഇന്ന് ലോകത്ത് ദീർഘദൂര യാത്രകൾക്കായി ഏറ്റവും ചെലവ് കുറഞ്ഞ യാത്രാമാർഗമാണ് ട്രെയിൻ വഴിയുള്ളത്. കയറുന്ന ട്രെയിനിൻ്റെയും സൗകര്യത്തിൻ്റെ നിലയിൽ നിരക്കുകൾ മാറിയും മറിഞ്ഞും ഇരിക്കും. എന്നാൽ ബഹിരാകാശത്തു കൂടി ഒന്ന് ട്രെയിനിൽ സഞ്ചരിച്ചാലോ? അതായത് ഒരു ഗ്രഹത്തിൽ നിന്നും മറ്റൊരു ഗ്രഹത്തിലേക്ക് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്യാൻ സാധിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുകയാണ് ജപ്പാൻ. സയൻസ് ഫിക്ഷൻ സിനിമകളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല ബഹിരാകാശ യാത്ര. ലോകരാജ്യങ്ങൾക്കായി ഇതിന് ബുള്ളറ്റ് ട്രെയിൻ സംവിധാനമാണ് ഒരുക്കാൻ ശ്രമിക്കുന്നത്. ജപ്പാനിൽ നിന്ന് നേരത്തെ പുറത്തു വന്ന റിപ്പോർട്ട് പ്രകാരം ചൊവ്വയിൽ മനുഷ്യന് ജീവിക്കാൻ സാധിക്കുന്ന തരത്തിലൊരു കൃത്രിമ ബഹിരാകാശ വ്യവസ്ഥയാണ് നിർമ്മിക്കാൻ ജപ്പാൻ ലക്ഷ്യമിടുന്നത്. മാത്രമല്ല ചൊവ്വയുടെ അന്തരീക്ഷത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുകയുമില്ല. ജപ്പാനിലെ ക്യോട്ടോ സർവകലാശാലയിലെ ഗവേഷകർ കജിമ കൺസ്ട്രക്ഷനുമായി സഹകരിച്ചാണ് ബഹിരാകാശ രംഗത്തെ ഈ പുതിയ പദ്ധതി നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത്. ബുള്ളറ്റ് ട്രെയിനിനായി ഹെക്സാഗൺ സ്പോർട്സ് ട്രാക്ക് സിസ്റ്റം എന്നൊരു ഗതാഗത സംവിധാനമാണ് ഇത് ആവിഷ്കരിക്കുന്നത്. ദീർഘദൂര യാത്രകൾക്കായി ഭൂമിയുടേതിന് സമാനമായ ഗുരുത്വാകർഷണം നിലനിർത്താൻ ഹെസ്ട്രാഗിന് സാധിക്കുന്നു. ബുള്ളറ്റ് ട്രെയിനുകൾക്ക് ഹെസ് ക്യാപ്സ്യൂൾ എന്നൊരു ഭാഗവുമുണ്ട്. 15 മീറ്റർ ചുറ്റളവുള്ള മിനി ക്യാപ്സ്യൂൾ ഭൂമിയെ ചന്ദ്രനുമായി ബന്ധിപ്പിക്കുന്നതിനാണിത്. ഭൂമിയെ ചൊവ്വയുമായി ബന്ധിപ്പിക്കാൻ 20 മീറ്റർ ചുറ്റളവുള്ള അല്പം വലിയ ക്യാപ്സ്യൂളും ഉപയോഗിക്കും. ചന്ദ്രനിലെ റെയിൽവേ സ്റ്റേഷനെ ലൂണർ സ്റ്റേഷൻ എന്നായിരിക്കും വിളിക്കുക. ചൊവ്വയിലെ സ്റ്റേഷൻ മാർസ് സ്റ്റേഷൻ എന്നും അറിയപ്പെടും. ചൊവ്വയുടെ ഉപഗ്രഹമായ ഫോബോസിലായിരിക്കും ഈ സ്റ്റേഷൻ സ്ഥാപിക്കുക. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ 100 വർഷം സമയമെടുത്തേക്കാം. എന്നാൽ 2050ഓടെ മാർസ് ഗ്ലാഡ്സിന്റെയും ലൂണ ഗ്ലാസിന്റെയും ലളിതമായ ഒരു പതിപ്പ് നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ജപ്പാനീസ് പത്രമായ ദി ആസാഹി ഷിബൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ 100 വർഷം സമയമെടുത്തേക്കാം. എന്നാൽ 2050ഓടെ മാർസ് ഗ്ലാസിൻ്റെയും ലൂണ ഗ്ലാസിൻ്റെയും ലളിതമായ ഒരു പതിപ്പ് നിർമ്മിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ജപ്പാനീസ് പത്രമായ ദി ആസാഹി ഷിബൺ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്റർസ്റ്റെല്ലാർ, ദി മാർഷ്യൻ തുടങ്ങിയ സിനിമകളിലെ രീതികൾ നമ്മുടെ ഭാവി തലമുറയ്ക്ക് നേരിട്ട് അനുഭവിക്കാൻ വിധമുള്ള സംവിധാനമായിരിക്കും ഇത്. അമേരിക്ക, ചൈന തുടങ്ങിയ നിരവധി രാജ്യങ്ങൾ ചൊവ്വയിൽ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ടിയാൻ-1 ബഹിരാകാശ പേടകത്തിലാണ് ചൈന സുറോങ് റോവർ ചൊവ്വയിലേക്ക് വിക്ഷേപിച്ചത്. ആദ്യ ദൗത്യത്തിൽ തന്നെ ചൊവ്വയിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തുന്ന ആദ്യ രാജ്യമെന്ന അപൂർവ നേട്ടവും ഇതോടെ ചൈനയ്ക്ക് സ്വന്തമായിരുന്നു. 2 വർഷത്തിലൊരിക്കൽ ചൊവ്വയും ഭൂമിയും തമ്മിലുണ്ടാകുന്ന ഏറ്റവും കുറഞ്ഞ ദൂരം പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ 2022 ജൂലൈയിലാണ് ടിയാൻ-1 ദൗത്യം ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ചത്. 2 വർഷത്തിലൊരിക്കൽ ചൊവ്വയും ഭൂമിയും തമ്മിലുണ്ടാകുന്ന ഏറ്റവും കുറഞ്ഞ ദൂരം പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ 2022 ജൂലൈയിലാണ് ടിയാൻ-1 ദൗത്യം ഭൂമിയിൽ നിന്ന് വിക്ഷേപിച്ചത്. ഒരു ഓർബിറ്റർ, ലാൻഡർ, റോവർ എന്നിവ ഉൾപ്പെടുത്താനാണ് ദൗത്യം. ഫെബ്രുവരി 10 ടിയാൻ-1 ചൊവ്വയുടെ ഭ്രമണപഥത്തിലേക്ക് എത്തുകയും അതിനുശേഷം സുരക്ഷിതമായ അകലത്തിൽ ഗ്രഹത്തെ വലം വയ്ക്കുകയും ലാൻഡിംഗ് ശ്രമങ്ങൾ തുടരുകയും ചെയ്തു. ചൈനീസ് നാടോടി കഥകളിലെ അഗ്നിദേവന്റെ പേരിൽ നിന്നാണ് സുറോങ് എന്ന പേര് റോവിന് നൽകിയത്. അതിൽ നിന്നുള്ള പഠനങ്ങൾ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് അതിവേഗ ബുള്ളറ്റ് ട്രെയിന് ചൊവ്വയിലേക്ക് പറപ്പിക്കാനൊരുങ്ങുകയാണ് ചൈനയും. എന്നാൽ ഈ രാജ്യങ്ങൾ അവകാശപ്പെടുന്നത് പോലെ ഈ ദൗത്യങ്ങൾ എത്രത്തോളം വിജയീകരിക്കുമെന്നത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു.